ഗസയുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗസയുടെ നിലവിലുള്ള അവസ്ഥ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. വെറും 41 കിലോമീറ്റർ മാത്രം നീളവും 6 കിലോമീറ്റർ മുതൽ 12 കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഗസ. ഗസയിലുള്ള ജനങ്ങൾക്ക് പുറം ലോകവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഗസയുടെ 3 ഭാഗവും നിയന്ത്രിക്കുന്നത് ഇസ്രായേലും മറുഭാഗം നിയന്ത്രിക്കുന്നത് ഈജിപ്തുമാണ്. ഇങ്ങനെയുള്ള ഗസയിൽ നിന്ന് ഇസ്രായേലിന് വീണ്ടും ഹമാസ് അതിശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ എന്ന ലോകത്തിലെ വൻ സൈനിക ശക്തിയായ ഒരു രാജ്യം ഗസയിലെ ഹമാസുമായി യുദ്ധം തുടങ്ങിയിട്ട് 1.5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ ആയുധങ്ങൾ ഇസ്രായേൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഹമാസിനെ തോൽപ്പിക്കുവാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഹമാസിന്റെ വലിയ ഒരു വിജയം തന്നെയാണ്. ഇന്നലെ ഇസ്രായേൽ സൈന്യത്തിന് ഹമാസ് അതിശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു കമാൻഡർ അടക്കം 3 സൈനികർ കൊല്ലപ്പെടുകയും 2 സൈനികർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. എന്നാൽ പുറത്തു വരുന്ന മറ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ 10-ൽ കൂടുതൽ സൈനികർക്ക് ഇന്നലെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇസ്രായേൽ സൈന്യം പറയുന്നത് തങ്ങളുടെ 2 സൈനികർക്ക് മാത്രമേ ഇന്നലെ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളൂ എന്നാണ്. ജബലിയയിൽ വെച്ചാണ് ഇന്നലെ വൈകിട്ട് ഇസ്രായേലിന്റെ സൈന്യത്തെ ഹമാസ് ആക്രമിച്ചത്. ഗസയിൽ നിരവധി ക്രൂരകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇസ്രായേലിന്റെ ഗിവതി ബ്രിഗേഡിലെ സൈനികർക്ക് നേരെയാണ് ഇന്നലെ വൈകുന്നേരം ജബാലിയയിൽ വെച്ച് ഹമാസിന്റെ ആക്രമണം ഉണ്ടായത്. ഗിവതി ബ്രിഗേഡിലെ സൈനികർക്ക് നേരെ ഹമാസ് ബോംബാക്രമണം നടത്തുകയാണ് ഉണ്ടായത്. ഗിവതി ബ്രിഗേഡിലെ റോട്ടം ബറ്റാലിയനിലെ സൈനികർക്ക് നേരെയാണ് ഹമാസ് ആക്രമണം നടത്തിയത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത്. ഇന്നലെ ജബാലിയയിൽ ഹമാസ് നടത്തിയ ബോംബാക്രമണത്തിൽ ഗിവതി ബ്രിഗേഡിന്റെ റോട്ടം ബറ്റാലിയനിലെ ഫീൽഡ് കമാൻഡറായ വമർഹാൻ ഗിൽഡർ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഗസയിൽ ഇതുവരെ നടന്ന കരയുദ്ധത്തിൽ തങ്ങളുടെ 423 സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള കണക്കുകൾ ഇതിന്റെ എത്രയോ മടങ്ങ് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആയിരക്കണക്കിന് ഇസ്രായേലിന്റെ സൈനികർക്ക് ഹമാസുമായി ഉണ്ടായ കരയുദ്ധത്തിൽ അതിഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നും ഇവർക്ക് ഇനിയൊരിക്കലും ഇസ്രായേൽ സൈന്യത്തിൽ തിരിച്ച് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ അതിഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെളിവുകൾ സഹിതം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചതാണ്. ഗസയിലെ നിലവിലുള്ള ഹമാസിന്റെ മുതിർന്ന നേതാവും കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ സഹോദരനുമായ മുഹമ്മദ് സിൻവാറിനെ തങ്ങൾ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല.